ഒരു സെയിൽസ് പ്രൊഫഷണലെ സംബന്ധിച്ച് അഞ്ചാമതായി ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സൂപ്പർ പ്രീമിയം സ്കില്ലാണ് എംപതി ആൻഡ് കമ്പാഷൻ എന്ന് പറയുന്നത്. എംപതി എന്ന് പറയുന്ന സഹാനുഭൂതി ഒരു സൂപ്പർ സ്കില്ലാണ്. അതൊരു പ്രീമിയം സ്കില്ലാണ്. നമ്മൾ വളർത്തിയെടുക്കേണ്ട നൈപുണ്യമാണത്. എന്താണ് ഈ എംപതി എന്ന് പറയുന്നത്? എംപതി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കെയർ ഫോർ അതേഴ്സ്. മറ്റുള്ളവരെ കരുതുവാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ എംപതി എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ ഫീലിംഗ്, മറ്റുള്ളവർ ആ വെൽബീയിങ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഗോൾഡൻ പ്രിൻസിപ്പിൾ ഉണ്ട്. മറ്റുള്ളവർ എന്താണോ ആഗ്രഹിക്കുന്നത് അത് അവർക്ക് ചെയ്തു കൊടുക്കുക എന്ന് പറയും. അതാണ് ശരിക്കും പറഞ്ഞ എംപതിയുടെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. മറ്റുള്ളവർ എന്താണോ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. ഇതാണ് നമ്പർ 1 ഗോൾഡൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതാണ് എംപതി എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണോ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുക. മനുഷ്യൻ ഭൂമിയിൽ പിറന്നു വീണതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ടു ഹെൽപ്പ് അതേഴ്സ് ടു ഹെൽപ്പ് യുവർ സെൽഫ് എന്ന് പറയും. മറ്റുള്ളവരെ സഹായിക്കുക. നമ്മൾ കൊടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പം എംപതിയും കമ്പാഷൻ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഒരിക്കലും ഇനിയുള്ള ലോകത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പം എംപതിയും കമ്പാഷനും ഒരു സൂപ്പർ സ്കില്ലാണ്, ഒരു പ്രീമിയം സ്കില്ലാണ്. അത് വളർത്തിയെടുക്കേണ്ടതാണ്. നമ്മുടെ ഉള്ളിൽ സ്നേഹമില്ല എങ്കിൽ എങ്ങനെ മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുവാൻ കഴിയും? നമ്മുടെ ഉള്ളിൽ സഹാനുഭൂതി ഇല്ല എങ്കിൽ എങ്ങനെ മറ്റുള്ളവരിൽ നമുക്ക് സഹാനുഭൂതി ലഭിക്കും? അപ്പം സോ ആൻഡ് റീപ്പ് എന്ന് പറയുന്നത് പോലെ നിങ്ങൾ വിതയ്ക്കുന്ന അനുസരിച്ച് കൊയ്യും. അപ്പം വിതയ്ക്കുന്ന അനുസരിച്ച് കൊയ്ത്ത് ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വിതയ്ക്കാനുള്ളൊരു കഴിവുണ്ടാവണം. ആ വിതച്ച ശേഷം അത് പരിപാലിക്കുവാനുള്ള കഴിവുണ്ടാവണം. അതിനുശേഷം ലഭിക്കുന്നതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പം ഒരിക്കലും റിസൾട്ടിലല്ല കോൺഷ്യസ് ആവേണ്ടത്. നമ്മൾ കോൺഷ്യസ് ആവേണ്ടത്, നമ്മൾ ചിന്തിക്കുന്നത് പ്രോസസ്സിലാവണം. മഹത് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഒരിക്കലും ഫലം നിങ്ങൾക്കുള്ളതല്ലെന്നാണ് പറയുന്നത്. ഫലമെന്ന് പറയുന്നത് റിസൾട്ടാണ്. അപ്പോൾ ഡോണ്ട് ഫോക്കസ് ഓൺ ദ റിസൾട്ട്, ഫോക്കസ് ഓൺ ദി പ്രോസസ്. നമ്മുടെ സെയിൽസ് പ്രക്രിയയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ പ്രോസസ്സിനാണ്. ആ പ്രോസസ്സ് എങ്ങനെ ബെറ്റർ ആക്കാം. അപ്പം നമുക്ക് നമ്മളോട് തന്നെ ആ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. നമുക്ക് മറ്റുള്ളവരിലേക്കും ആ പറയുന്ന ആ സ്നേഹം അല്ലെങ്കിൽ എംപതി ഉൾപ്പെടെയുള്ള ആ ഇമോഷൻസിനെ നമുക്ക് ആളുകളിലേക്ക് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പം എംപതിയും കമ്പാഷനും എന്ത് ചെയ്യണം? നമ്മളുടെ സെയിൽസ് പ്രൊഫഷണലിൻ്റെ ലൈഫിൽ ഒരു സൂപ്പർ സ്കില്ലായിട്ട് വളർത്തിയെടുക്കേണ്ട അഞ്ചാമത്തെ സൂപ്പർ സ്കില്ലാണ്.